ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴിക്കറിയാണ് ഉണ്ടാക്കാൻ പോണ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇനി ചിക്കൻ എല്ലാം കട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഗീസ് നമ്മൾ ഇതേ ചിക്കൻ കട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നല്ല മുട്ട കിട്ടിയിട്ടുണ്ട്. ഗീസ് നമ്മൾ ഇതേ പതിയെ നമ്മൾ ആ മുട്ട ഇങ്ങെടുത്ത് മാറ്റുവാണ്. ഫ്രണ്ട്സ് നമ്മൾ ഇതേ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് വരാം. ഇതേ ഉള്ളിയുണ്ട്, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, തേങ്ങ, ഇതേ ചിക്കൻ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ ഇനി ഉണ്ടാക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഗ്യാസ് കത്തിച്ചു. നെക്സ്റ്റ് ഇതേ നമ്മള് ഉരുളി എടുത്തിട്ട് നമ്മൾ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഉരുളി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമ്മളിതേ ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ എണ്ണ നല്ലതായിട്ട് തന്നെ ചൂടായി. അപ്പൊ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിതേ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കടുകൊക്കെ അത്യാവശ്യം പൊട്ടി. അപ്പൊ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് കറിവേപ്പില എല്ലാം ഇട്ടു. അടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴലാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതേ അതിനുള്ള തേങ്ങ ഒന്ന് മൂപ്പിച്ച് വെക്കാൻ പോവാണ്. അപ്പൊ നമ്മള് നേരെ അതിനുള്ള പാൻ എടുത്ത് വെച്ചു. അപ്പൊ പാൻ ചൂടായപ്പോ നമ്മളിതേ നേരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പൊ ഗേസ് നമ്മളിതേ ഇനി ഇതിലേക്ക് എണ്ണ ചൂടായതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഗേസ് നമുക്ക് ഇനി ഇതൊന്ന് മൂപ്പിച്ചിട്ട് വരാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഉള്ളി പകുതിയും വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗേസ് നമുക്കിനി ഒന്നോട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. നമ്മളിതേ മുളക് പൊടിയൊക്കെ മൂപ്പിക്കാൻ വേണ്ടി ഇതേ ആ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നമ്മളിവിടെ 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നത്. മുളക് പൊടി ഒന്ന് മൂപ്പിയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മള്. നമുക്ക് ഇതേ അടുത്തതായിട്ട് മുളക് പൊടി മൂത്തപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തതായി നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതേ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടുത്തതായി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുവാണ്. നമ്മളിത് ചിക്കനും മസാലയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗേസ് അടുത്തതായി നമ്മളിത് കറി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറി മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി. നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതേ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മള്. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.